സിമ്പിൾ ആണെന്നൊരു ധാരണയുണ്ട്. മാത്രവുമല്ല PT ഓസ്ട്രേലിയയിൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നും ഒരു സംസാരമുണ്ട്. അങ്ങനെയാണോ നിങ്ങളും ധരിച്ചു വച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതല്ല. PT എന്ന പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡ്, കാനഡ, UK ആൻഡ് ഈവൻ US ആസ് വെൽ, ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ നിങ്ങൾ IELTS എഴുതി ബുദ്ധിമുട്ടിയോ, ഇനി അതല്ലെങ്കിൽ മറ്റേതൊരു പ്രൊഫിഷ്യൻസി ടെസ്റ്റിനെയും അപ്രോച്ച് ചെയ്യാൻ പേടിയോടുകൂടി ഇരിക്കുന്നവരാണോ? അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഹിയർ വി ആർ പ്രൊവൈഡിങ് യു എ സ്പെഷ്യൽ കോഴ്സ്, ദാറ്റ് ഇസ് PT റെഗുലർ ബാച്ച്. അപ്പോൾ PT സിമ്പിളാണെന്നുള്ളൊരു ധാരണയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. സിമ്പിളല്ല, മറ്റേതൊരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് പോലെയും ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. പക്ഷേ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻഡ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ക്രാക്ക് PT എക്സാം. അപ്പോൾ അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും ക്ലാസ്സസും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ തരുന്നൊരു കോഴ്സാണ് PT റെഗുലർ ബാച്ച്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വീക്ക്ലി 5 days ലൈവ് ക്ലാസ്സസ്. അപ്പോൾ ലൈവായിട്ട് എല്ലാ ആഴ്ചയും 5 ദിവസം നിങ്ങൾക്ക് ഞങ്ങൾ ഡയറക്റ്റായിട്ട് ക്ലാസ് തരുന്നു. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. അപ്പം സാധാരണ റെക്കോർഡഡ് ക്ലാസ്സസൊക്കെ ആയിരിക്കും ഓൺലൈനിൽ വരുന്നത്, പക്ഷേ ഞങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് 5 days in a week തരുന്നുണ്ട്. മാത്രവുമല്ല, രണ്ടാമത് മൾട്ടിപ്പിൾ മോക്ക് ടെസ്റ്റ്. സോ ഞാൻ ഒരുപാട് കേട്ടു, സ്റ്റുഡൻസ് ആർ ഓൾവേസ് ടെല്ലിങ് ദിസ് വൺ, ബിക്കോസ് പ്രൈവറ്റ് വെബ്സൈറ്റ്സ് ആർ അവൈലബിൾ. സോ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്താലും ദേ ഗെറ്റ് ദീസ് പ്രൈവറ്റ് വെബ്സൈറ്റ്സ് ഫോർ പ്രാക്ടീസിങ് PTE. ഞങ്ങൾ പ്രാക്ടീസ് ടെസ്റ്റുകൾ തരുന്നത് പ്രൈവറ്റ് വെബ്സൈറ്റുകളിലല്ല. പകരം നിങ്ങൾ എങ്ങനെയാണോ ആക്ച്വൽ ടെസ്റ്റ് PTE അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, ദ സെയിം എക്സ്പീരിയൻസ് യു വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ഹിയർ ഇൻ അവർ സ്റ്റുഡൻറ്റ് പോർട്ടൽ. അപ്പോൾ ആക്ച്വൽ ടെസ്റ്റിൻ്റെ സെയിം പ്ലാറ്റ്ഫോം പോലെ തന്നെ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ്സ് വിച്ച് വി പ്രൊവൈഡ് ഫോർ ദ PTE സ്റ്റുഡൻസ്. ഇനി മൂന്നാമതായിട്ട് 1-on-1 സെഷൻസ്. അപ്പോൾ നമ്മൾ ബാച്ച് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആലോചിക്കും 10 to 15 സ്റ്റുഡൻസ് വിൽ ബി ദെയർ, അപ്പോൾ എന്നാൽ പിന്നെ വേണ്ട എന്ന് കരുതും. അങ്ങനെയല്ല, ടീച്ചറും സ്റ്റുഡൻറ്റുമായിട്ട് നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ക്ലാസ് സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്നതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-on-1 സെഷൻ. സോ ടീച്ചറും സ്റ്റുഡൻറ്റും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലാരിഫൈ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസരവും ഇവിടെ ഉണ്ടാകും. മാത്രവുമല്ല, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് ലൈവ് സ്പീക്കിംഗ് പ്രാക്ടീസ് സെഷൻസ് എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് പ്രാക്ടീസിനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് GDs ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട്, പിന്നെ ഗ്രാമർ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പാക്കേജ് ആയിട്ട് കിട്ടുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ പേ ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ്സോ ഒന്നും ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. Now, meet our expert faculty team. So, first one is Shiju Mariam Jacob. That is me. അപ്പോൾ ഞാനായിരിക്കും നിങ്ങളെ പ്രധാനമായിട്ടും ഗൈഡ് ചെയ്യുന്നത്. മാത്രവുമല്ല, ആരാ, അജിത് സാറും ഉണ്ട് എൻ്റെ കൂടെ തന്നെ. സോ ഞങ്ങളുടെ 2 പേരുടെയും ഗൈഡൻസിലായിരിക്കും നിങ്ങളിവിടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ഇനി അത് മാത്രവുമല്ല, നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒന്നാണ് ഞങ്ങളുടെ കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സാധാരണ നിങ്ങൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ അഡ്മിഷൻ കഴിഞ്ഞായിരിക്കും നിങ്ങളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലേക്കുള്ളൊരു ഗ്രൂമിങ് പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയെന്നറിയാവോ? നിങ്ങൾ ആദ്യം വന്നാൽ നിങ്ങളൊരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അയ്യോ എൻ്റെ സ്കില്ലിനെ അസസ് ചെയ്യുവാണോ? അല്ല, നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും ഏത് ലെവലിലാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, യു മൈറ്റ് ബി ആൻ ഇൻ്റർമീഡിയറ്റ് ലേണർ, ഒരു അഡ്വാൻസ് ലേണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബേസിക് ലെവൽ ലേണർ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് ആ ലെവലിനനുസരിച്ചുള്ള കോഴ്സാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെ അഡ്വാൻസ് ലേണേഴ്സിൻ്റെ കൂടെ ഇട്ടിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സെയിം ഒരു കോമൺ കോഴ്സ് അല്ല ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഞാൻ പറഞ്ഞു ആക്ച്വൽ ടെസ്റ്റ് പോലെയുള്ള സ്റ്റുഡൻറ്റ് പോർട്ടലാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മറ്റേതൊരു മോഡ്യൂൾസും മറ്റേതൊരു പ്രൊഫിഷ്യൻസി ടെസ്റ്റും പോലെ തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾ എവിടുന്നാണ് തുടങ്ങുന്നത്? നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ടെസ്റ്റ് അസൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ടെസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങൾക്കായിട്ടൊരു ലൈവ് ഫീഡ്ബാക്ക് തരും.
ആ ഫീഡ്ബാക്കിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓക്കെ ഈ വിധത്തിലാണ് PT ക്ലാസ് പോകുന്നത്, PTയുടെ എക്സാം പോകുന്നത്. അത് അവിടെ നിന്ന് തുടങ്ങുന്നു നിങ്ങളുടെ ഫൗണ്ടേഷൻ. ഓക്കെ, അവിടെ നിന്നാണ് നിങ്ങളുടെ ട്രെയിനിങ്, നിങ്ങളുടെ ഗ്രൂമിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡെമോ ക്ലാസ്സിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ഏത് മോഡ്യൂളിലാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തത് ആ മോഡ്യൂളിനെ കുറിച്ചായിരിക്കും നിങ്ങളുടെ ഡെമോ ട്രെയിനർ നിങ്ങൾക്ക് ഡെമോ എടുത്ത് തരിക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ആൻ ഐഡിയ റിഗാർഡിങ് ദ സെയിം മോഡ്യൂൾ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രാക്ടീസ്, ഓക്കെ, ആ പ്രാക്ടീസ് എങ്ങനെയാണ് കയറുന്നത് അലോങ് വിത്ത് ദ തിയറി ക്ലാസ്സസ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് തിയറി സെഷൻസ് തരും, നിങ്ങളെ മോഡ്യൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻസ് തരും. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്ന് കണ്ടാൽ അറിയാൻ പറ്റും വി ഹാവ് വെൽ സ്ട്രക്ചേർഡ് ലാബ് ഹിയർ. അപ്പോൾ ഇവിടെ എത്ര സ്റ്റുഡൻസ് വന്നാലും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി തന്നെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്, എസ്പെഷ്യലി ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് സ്റ്റുഡൻസ്. ഈവൻ PT ഈസ് ഓൾസോ വൺ അമംഗ് ദോസ് ടെസ്റ്റ്, റൈറ്റ്? ഇനി ഇതെല്ലാം കഴിഞ്ഞു. ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടിപ്പിൾ മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ് മാത്രമല്ല, സപ്പോസ് ഇപ്പോൾ നിങ്ങൾ 1 month കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ അറ്റ്ലീസ്റ്റ് 6 പ്രാക്ടീസ് ടെസ്റ്റ് വിൽ ബി അറ്റൻഡഡ് ഡ്യൂറിങ് ദ കോഴ്സ് പീരിയഡ്. ഓക്കെ, അപ്പോൾ ഓർക്കുക, യു വിൽ ബി അറ്റൻഡിങ് 6 മോക്ക് ടെസ്റ്റ് അറ്റ്ലീസ്റ്റ്. കുറഞ്ഞത് 6 മോക്ക് ടെസ്റ്റെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മോക്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് 1 month കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടൈം എടുത്താണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ദ റിമൈനിങ് 4 മോക്സ് യു ക്യാൻ അറ്റൻഡ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ഓക്കെ, അപ്പോൾ ഇനി അതല്ല, നിങ്ങൾ 2 മാസമോ 3 മാസത്തെയോ കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ഡ്യൂറേഷനിൽ നിന്നുകൊണ്ട് ഈ 10 മോക്സും ഞങ്ങളുടെ ലൈവ് ഫീഡ്ബാക്കോട് കൂടി അനലൈസ് ചെയ്ത് അത് കഴിഞ്ഞ് എക്സ്ട്രാ പ്രാക്ടീസ് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇവിടുന്ന് കോഴ്സ് തീർത്തിറങ്ങാവുന്നതാണ്. ഓക്കെ, ഇനി മാത്രവുമല്ല ഇതിലേറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മോഡ്യൂൾ വൈസ് കാറ്റഗറൈസേഷനാണ്. അപ്പം നമ്മൾ ഈ പ്രാക്ടീസ് പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വി വിൽ ബിഗിൻ വിത്ത് തിയറി ക്ലാസ്സസ്. സോ തിയറി ക്ലാസ്സസ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് പോവുക എന്നുള്ളതല്ല, along with the theory classes, suppose if I give you a theory class regarding the speaking module, along with it I assign you speaking practice in our student portal as well. അപ്പോൾ തിയറിയും പ്രാക്ടീസും ഒരുപോലെ സൈമൾട്ടേനിയസ് ആയിട്ട് പോകത്തക്ക വിധമാണ് നമ്മുടെ ക്ലാസ് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ സ്പീക്കിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നേരത്തെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടവരാണെങ്കിൽ അറിയാൻ പറ്റും വി ഹാവ് ഇൻ്റഗ്രേറ്റഡ് മോഡ്യൂൾസ് ഹിയർ. അത് മാത്രമല്ല August 7 മുതൽ നമ്മുടെ പുതിയൊരു PT സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാനത് ചെയ്തുകൊണ്ട് വേറെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബട്ട് നൗ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രക്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ സ്പീക്കിങ്ങിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും റീഡിങ് ഈസ് ഓൾസോ ആസസ് ദെയർ. അപ്പോൾ റീഡ് അലൗഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, റിപ്പീറ്റ് സെൻറ്റൻസ്, ഡിസ്ക്രൈബ് ഇമേജ്, ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, റീറ്റെൽ ലെക്ചർ. സോ വി ഹാവ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ്. അപ്പോൾ ഓരോ മോഡ്യൂളും ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ വി ഫോക്കസ് ഓൺ ഈച്ച് ആൻഡ് എവറി സ്കിൽ ഹിയർ. വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് ദ സെയിം തിങ് വി വിൽ ബി ഫോക്കസിങ് ഓൺ യുവർ റീഡിംഗ് ആസ് വെൽ ആസ് റൈറ്റിംഗ്. ഇനി അവിടെ നമുക്കറിയാമല്ലേ എസ്സേ റൈറ്റിംഗ് ഉണ്ട്, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ഉണ്ട്. ഇനി മാത്രവുമല്ല വെൻ വി ഫോക്കസ് ഓൺ റീഡിംഗ് മോഡ്യൂൾ അഗെയിൻ യു നോ ദാറ്റ് വി ഹാവ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, റീഡിംഗ് fill in the blanks questions. Apart from that reorder paragraphs and multiple choice questions. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ പ്രാക്ടീസ് പോകുന്നത്. ഓക്കെ, ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലിസണിങ് യു നോ ദാറ്റ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്. Apart from that we have summarized spoken text, fill in the blanks questions, highlight summary, then incorrect words. Different types of questions are there. ഇതെല്ലാം നിങ്ങൾക്ക് തിയറി ക്ലാസ്സസ് തന്നിട്ടായിരിക്കും നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. സോ സ്ട്രക്ചേർഡ് ആയിട്ട് പോകുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഈസി ദ PT ടെസ്റ്റ് ഇസ്. ഇനി അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൻ്റെ സ്ട്രക്ചർ അത്യാവശ്യം മനസ്സിലായി, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു സ്റ്റുഡൻറ്റ് വരുന്നു. ഞാൻ പറഞ്ഞു നമ്മുടെ നേരത്തെ അഡ്മിഷൻ പ്രോസസ്സ് തന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് യു ഗെറ്റ് ദ മോക്ക് ടെസ്റ്റ് ദെയർ ഫോർ അസസിങ് യുവർ സ്കിൽസ്. അപ്പോൾ ആ സ്കിൽ അസസ് ചെയ്തു അതൊരു ബേസിക് ലേണർ ആണെങ്കിൽ വി സജസ്റ്റ് യു 2 to 3 months കോഴ്സസ്. അത് 2 months ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു, വേണമെങ്കിൽ 3 months എടുക്കാം. പക്ഷേ ഇത് വെറും PT കോഴ്സ് മാത്രമല്ല നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. You will get grammar sessions, you will get speaking practice sessions and even GD sessions as well. Okay, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഇഫ് യു പ്ലാൻ ടു ജോയിൻ ഓൺലൈൻ, നിങ്ങൾക്ക് ഒരു മാസമാണെന്നുണ്ടെങ്കിൽ 9,999, 2 മാസമാണെങ്കിൽ 13,999, ഇനി 3 മാസമാണെങ്കിൽ 17,999. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ ഓഫ്ലൈനായിട്ടാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഓഫ്ലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരുന്ന് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഷോട്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല നിങ്ങൾ ഓൺലൈനായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ അറ്റൻഡ് യുവർ പ്രാക്ടീസ് സെഷൻസ് there at your home itself. സോ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൽ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ നിങ്ങൾക്ക് 6 months വരെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇന്ന് ടെസ്റ്റ് എഴുതുന്നില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യില്ല. ഇറ്റ് വിൽ ബി ദെയർ ഫോർ 6 months. ഓക്കെ, ഇനി ഓൺലൈനാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിലുള്ള ഫീ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ്, ഇഫ് ഇറ്റ് ഇസ് ഓഫ്ലൈൻ, ദ സെയിം ഫീസ് ഇറ്റ് സെൽഫ് 9,999. ഇനി അതല്ല 2 മാസമാണെങ്കിൽ അഗെയിൻ ദ സെയിം 13,999, 3 മാസമാണെങ്കിൽ 17,999. അപ്പോൾ ഫീസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ കൗൺസിലേഴ്സ് വിൽ ഹെൽപ്പ് യു. ഇനി അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളൊരു ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ടീം വിൽ ഹെൽപ്പ് യു ഷോർട്ട്ലി. ഓക്കെ, ഇനി നിങ്ങൾ പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ വേഗം ചെന്നിട്ട് സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, കറൻ്റ്ലി ബാച്ച് റണ്ണിങ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ച് ടൈമാണ് വേണ്ടതെങ്കിൽ ജൂലൈ 21 ഞങ്ങളുടെ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ യു ക്യാൻ ജോയിൻ ദെയർ ആസ് വെൽ. അപ്പോൾ ഇനി മടിക്കണ്ട, തീരെ വെയിറ്റ് ചെയ്യണ്ട, എത്രയും വേഗം ഒരു ഡിസിഷൻ എടുത്ത് ജോയിൻ ചെയ്തോളൂ. താങ്ക് യു.